കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമോ ഒരു ലേബലോ ഒരു ഐഡന്റിറ്റിയോ ഒന്നും ഇല്ലാത്ത രണ്ട് പാർട്ടികളാണ്. ഒന്ന് NCP കേരള ഘടകവും, ഒന്ന് കോൺഗ്രസ് എസ്. കോൺഗ്രസ് എസിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ അല്ലാതെ മറ്റേതെങ്കിലും നേതാവ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആവർത്തിച്ച് പരിശോധിക്കേണ്ടി വരും. NCPയെ സംബന്ധിച്ചും അതുതന്നെ. എന്നാൽ പോലും AK ശശീന്ദ്രൻ എന്ന ഒരു നേതാവ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ അവർക്ക് ആ മുന്നണി സംവിധാനത്തിൽ കുറച്ചുകൂടി ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും കഴിയും. കടന്നപ്പള്ളിയൊക്കെ തന്നെ കണ്ണൂരിൽ തോറ്റ് തുന്നമ്പാടി. അദ്ദേഹം ഒരു നിർഗുണനായ വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹത്തെ വ്യക്തിപരമായി എല്ലാവർക്കും അറിയാം. വളരെ സാത്വികനായ സാധുവായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഭാഗ്യവാൻ കൂടിയാണ്. ഇടതുമുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമായിരിക്കും MLA. അദ്ദേഹം തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുള്ള വകുപ്പൊന്നും അല്ലെങ്കിലും ഒരു മന്ത്രിയാകും. മന്ത്രി തന്നെയാണല്ലോ. ഇപ്പോൾ AK ശശീന്ദ്രനും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും, അതായത് കോൺഗ്രസ് എസും NCPയും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. എന്നാലും അതൊരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസ് എസും NCP സെക്യുലറും തമ്മിൽ ലയിക്കുന്നു. ഇത് സംബന്ധിച്ച് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. NCPയിൽ PC ചാക്കോയുമായി ഇടഞ്ഞ് AK ശശീന്ദ്രൻ വിഭാഗം മാറി നിൽക്കുകയാണ്. അതാണ് NCP സെക്യുലർ. NCP സെക്യുലർ എന്ന നിലയിൽ അവർ യോഗം വിളിക്കുകയും ചെയ്തു. ലയന സാധ്യത ചർച്ച ചെയ്യാൻ ജൂലൈ 11 കൊച്ചിയിൽ വെച്ചാണ് യോഗം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെച്ച് കടന്നപ്പള്ളി രാമചന്ദ്രനും AK ശശീന്ദ്രനും തമ്മിൽ ലയന ചർച്ചകൾ നടത്തിയത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ AK ശശീന്ദ്രൻ പിണറായി വിജയനെ ധരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് പാർട്ടികളും ഇടതുമുന്നണിക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ലയനത്തിൽ CPM-നോ LDF-നോ എതിർപ്പോ മറ്റു കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഒരേ രാഷ്ട്രീയ ചിന്താഗതിയിലുള്ള ചെറുകക്ഷികൾ ഒന്നിക്കുന്നത് മുന്നണിയുടെ ഒത്തൊരുമയ്ക്ക് കൂടുതൽ കരുത്തു പകരും എന്നാണ് ഇരു വിഭാഗത്തിന്റെയും കണക്കുകൂട്ടൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ ആഭ്യന്തര ചർച്ചകൾ പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ഇത്തരത്തിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ പലതും ചെറുപാർട്ടികൾ ഒന്നായി ചേർന്ന് വലിയ പാർട്ടിയിൽ ലയിക്കുന്നു, അല്ലെങ്കിൽ ചെറുപാർട്ടികളെല്ലാം കൂടി ചേർന്ന് മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് പുതുമയുള്ള ഒരു കാര്യമല്ല. ചിരഞ്ജീവി എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹം പ്രജാരാജ്യം എന്നുള്ള വലിയൊരു പാർട്ടി പ്രഖ്യാപിച്ചു. വലിയ തോതിലുള്ള സ്വീകരണമാണ് അന്ന് പാർട്ടിക്ക് നൽകിയത്. വർഷങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ഈ പാർട്ടി കോൺഗ്രസിൽ ലയിക്കുകയായിരുന്നു. അതുപോലെ നിരവധി പാർട്ടികൾ, ചെറുപാർട്ടികൾ ഉണ്ടാക്കിയവരൊക്കെ തന്നെ പിന്നീട് അത് മറ്റു പാർട്ടികളിൽ ലയിക്കുകയും ചില പാർട്ടികളായി ഒന്നായി ചേർന്ന് പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇപ്പോൾ NCP സെക്യുലറും കോൺഗ്രസ് എസും ലയിച്ചാൽ, പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ല. അവർ ഇരിക്കുന്ന ബ്ലോക്കുകളൊക്കെ ചിലപ്പോൾ ഒന്നായി കിട്ടിയേക്കാം, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രത്യേക നേതാവ് എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായേക്കാം. പക്ഷേ ഇടതുമുന്നണി എന്തെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർ തമ്മിൽ ഈ മന്ത്രിസ്ഥാനത്തിന് വടംവലി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. മറ്റേത് ഒരു പാർട്ടിയിൽ ഇപ്പോൾ കോൺഗ്രസ് എസിൽ ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാകും. NCP സെക്യുലർ ശശീന്ദ്രൻ ജയിച്ചാൽ മന്ത്രിയാണ്. അപ്പോൾ ഇവർ ഒന്നായി ചേർന്നുകൊണ്ട് ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ഇവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് CPM പറഞ്ഞാൽ അത് ആര് മന്ത്രിയാകും എന്നതിനെക്കുറിച്ച് അന്ന് ചില തർക്കങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ലയിച്ച് പുതിയൊരു പാർട്ടി രൂപീകരിക്കട്ടെ. അവരുടെ ആശയങ്ങൾ സമ്മേളിപ്പിച്ചുകൊണ്ട് പുതിയ ഇടതുപക്ഷ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളും അത്ര പ്രാധാന്യമുള്ളതല്ല. ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ലയിച്ച് പുതിയ ഒരു സിദ്ധാന്തവുമായിട്ട് ഇടതുമുന്നണിയുടെ ഭാഗമായി വരാൻ ഇരു പാർട്ടികൾക്കും, കോൺഗ്രസ് എസിനും NCP സെക്യുലറിനും കഴിയട്ടെ എന്നുള്ളതാണ്. പിന്നെ പാർട്ടികൾ മാറി മാറി വരുന്നതും പാർട്ടികൾ പിളർന്ന് പുതിയ പാർട്ടി ഉണ്ടാകുന്നതും രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ച് പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നതും ഒന്നും കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ ഒരു പുതിയ കാര്യം അല്ല താനും. അപ്പം കോൺഗ്രസ് എസും NCPയും ഒന്നാകുന്നു. എന്നാൽ ഈ പാർട്ടിയുടെ പരമോന്നത നേതാവ് ആരാണ് എന്നതിനെ ചൊല്ലിയുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് ഉള്ള കാര്യമാണ്.